നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജലമൂറ്റ് മദ്യ കമ്പനി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ മഴനിഴൽ പ്രദേശമായ എലപ്പുള്ളി മരുഭൂമിയാകുമെന്ന് BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്. സ്വകാര്യ കമ്പനിയിൽ നിന്ന് കോടികൾ വാങ്ങി CPM-ഉം ഇടതു സർക്കാരും ജനങ്ങളെ വെല്ലുവിളിക്കുന്നു. മദ്യ കമ്പനിക്ക് മലമ്പുഴയിൽ നിന്ന് വെള്ളം നൽകാനുള്ള തീരുമാനത്തിനെതിരെ പാലക്കാട് വാട്ടർ അതോറിറ്റി ആസ്ഥാനത്തേക്ക് BJP മാർച്ച്. കേരളത്തിന്റെ മുന്നേറ്റത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി. CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ചിറ്റൂരിൽ ഒരുക്കങ്ങളായി. സമ്മേളനം 21 മുതൽ 23 വരെ. ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ചിറ്റൂരിൽ മെഗാ തിരുവാതിരക്കളിയും മഹിളാ സംഗമവും. തൃശൂർ കേച്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലും മതിലിലും ഇടിച്ചുണ്ടായ അപകടത്തിൽ മണലി സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് ചുങ്കത്ത് വീട്ടിൽ എബിൻ. കാറിലുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് പരിക്ക്. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ താഴപ്ര സ്വദേശിയായ 58-കാരനെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ തീപിടുത്തം. പിക്കപ്പ് വാൻ കത്തിനശിച്ചു. ചാവക്കാട് കള്ളക്കടൽ പ്രതിഭാസം. അപ്രതീക്ഷിത വേലിയേറ്റമുണ്ടായത് പുലർച്ചെ 2:30-ഓടെ. ബ്ലാക്കാട് ബീച്ച് പാർക്കിംഗ് ഏരിയയിലും കടലോരത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. വാർത്തകൾ വിശദമായി. മഴനിഴൽ പ്രദേശമായ എലപ്പുള്ളിയിൽ ജലമൂറ്റ് മദ്യ കമ്പനിക്ക് അനുമതി നൽകിയ സർക്കാർ നടപടി പ്രദേശം മരുഭൂമിയാക്കുമെന്ന് BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്. മദ്യനിർമ്മാണ കമ്പനിയായ ഒയാസിസിന് വെള്ളം നൽകാനുള്ള തീരുമാനത്തിനെതിരെ പാലക്കാട് വാട്ടർ അതോറിറ്റി ആസ്ഥാനത്തേക്ക് BJP നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KM ഹരിദാസ്. സ്വകാര്യ മദ്യനിർമ്മാണ കമ്പനിക്ക് പ്രവർത്തനാനുമതി നൽകിയതിൽ വലിയ ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ടെന്ന് KM ഹരിദാസ് ചൂണ്ടിക്കാട്ടി. 6 പഞ്ചായത്തുകൾക്കുള്ള കുടിവെള്ളവും കാർഷികാവശ്യത്തിനുള്ള ജലവും ഭാരതപ്പുഴയിലേക്കുള്ള നീക്കിയിരുപ്പും കഴിഞ്ഞാൽ വെള്ളമില്ലാത്ത മലമ്പുഴയിൽ നിന്ന് മദ്യകമ്പനിക്ക് വെള്ളം നൽകുമെന്ന മന്ത്രി MP രാജേഷിന്റെ വാദം ജനങ്ങളെ വെല്ലുവിളിക്കലാണ്. പഞ്ചാബിലും ഡൽഹിയിലും അഴിമതി കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിക്ക് CPM ബന്ധമുണ്ടായത് എങ്ങനെയെന്ന് വെളിപ്പെടുത്തണം. എണ്ണ കമ്പനികൾക്കുള്ള എഥനോൾ നിർമ്മാണത്തിനാണ് കേന്ദ്ര അനുമതി. ഇതിന്റെ മറവിലാണ് കമ്പനി വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വെള്ളം ആവശ്യപ്പെട്ടത്. എന്നാൽ സർക്കാരിൽ നിന്നും മദ്യനിർമ്മാണത്തിനാണ് അനുമതി വാങ്ങിയത്. പ്രതിദിനം 30 ലക്ഷം ലിറ്റർ വെള്ളം വേണ്ടിവരുന്ന കമ്പനി പാലക്കാടിനെ മരുഭൂമിയാക്കുമെന്നും KM ഹരിദാസ് ചൂണ്ടിക്കാട്ടി. പക്ഷേ ഇവിടെ കുടിവെള്ളമില്ല. അതുപോലെ തന്നെ 2-ാം വിളക്കില് നിങ്ങൾ നോക്കിയാൽ അറിയാം, കനാലിൽ കൂടി വെള്ളം പോകുന്നുണ്ട്. ജനുവരി ആയിട്ടുള്ളൂ, ഫെബ്രുവരി മാർച്ച് ആദ്യമാണ് കൊയ്ത്ത് നടക്കുക. അവിടെ പൂർണ്ണമായി കർഷകർക്ക് വെള്ളം കൊടുക്കാൻ അവിടെ മലമ്പുഴ ഡാമില് കഴിയാത്ത അവസ്ഥയാണ്. ആ കാർഷിക മേഖലയില് കർഷകർക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അസംസ്കൃത വസ്തുവായിട്ട് അരി കൊടുക്കാൻ സാധിക്കുക? ഇപ്പൊ ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ നടത്തി ഇവിടെ ഒരു കാര്യം MP രാജേഷ് വ്യക്തമാക്കേണ്ടതുണ്ട്. എത്ര കോടിയാണ് നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത്? എത്ര കോടിയാണ് നിങ്ങൾ ഡീൽ വെച്ചിട്ടുള്ളത് എന്ന് പരസ്യമായിട്ട് പറയാൻ MP രാജേഷ് തയ്യാറാകണം. BJP മണ്ഡലം പ്രസിഡന്റ് ശിവപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പ്രശാന്ത് ശിവൻ, ബാബു വെണ്ണക്കര, പ്രഭാകരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിന്റെ മുന്നേറ്റത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ടെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി. CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മേട്ടുപാളയത്ത് സംഘടിപ്പിച്ച മെഗാ തിരുവാതിരക്കളിയും മഹിളാ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഞാൻ പറഞ്ഞു വന്ന 1937 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രൂപ്പ് കേരളത്തിൽ രൂപീകരിക്കുമ്പോൾ, കോഴിക്കോട് രൂപീകരിക്കുമ്പോൾ കൃത്യം 20 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരികയാണ്. ഈ 1937, 1939 എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഉജ്ജ്വലമായ നിരവധിയായ പോരാട്ടങ്ങൾക്ക് വേദിയായിട്ടുള്ള കാലഘട്ടമാണ്. മഹിളാ അസോസിയേഷൻ ചിറ്റൂർ ഏരിയ പ്രസിഡന്റ് A സുജാത അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K ബിനുമോൾ, ജില്ലാ സെക്രട്ടറി സുബൈദ ഇസ്ഹാഖ്, പ്രസിഡന്റ് ഓമന, ഖജാൻജി N സരിത, ഏരിയ സെക്രട്ടറി T ശൈലജ, CPM ചിറ്റൂർ ഏരിയ സെക്രട്ടറി R ശിവപ്രകാശ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. മെഗാ തിരുവാതിരക്കളിയിൽ 100 കണക്കിന് വനിതകൾ പങ്കെടുത്തു.
സാജൻ നന്ദിയോടിന്റെ മിസ്റ്ററി മാജിക് ഷോയുമുണ്ടായി. CPM ജില്ലാ സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. തത്തമംഗലം രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്ററിൽ ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും 23-ന് വൈകിട്ട് 5 മണിക്ക് മേട്ടുപ്പാളയത്ത് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി കൺവീനർ CK രാജേന്ദ്രൻ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയപാത തൃശൂർ ആമ്പല്ലൂർ മേഖലയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ വാഹനങ്ങൾ കടന്നുപോകാൻ വീതി കുറഞ്ഞ റോഡ് ഉപയോഗിക്കേണ്ടി വരുന്നതാണ് ഗതാഗതക്കുരുക്കിന് കാരണം. പാലിയേക്കര ടോൾ പ്ലാസയിലും ഗതാഗതക്കുരുക്ക് യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട്. ആമ്പല്ലൂർ സെന്റർ മുതൽ പുതുക്കാട് വരെ പലപ്പോഴും വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന പാതയിലാണ് തിരക്ക് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ ഗതാഗതം സ്തംഭിച്ച സ്ഥിതിയായിരുന്നു. നൂറുകണക്കിന് വാഹനങ്ങളും നിരവധി യാത്രക്കാരും ദുരിതത്തിലായി. 1.5 കിലോമീറ്ററിലേറെ ദൂരം വാഹനങ്ങൾ ഇഴഞ്ഞാണ് നീങ്ങിയത്. പ്രാദേശിക ഗതാഗതവും താറുമാറായി. സർവീസ് റോഡ് പൂർത്തീകരിക്കാത്തതും ഗതാഗതത്തിന് കാരണമാകുന്നുണ്ട്. അവധി ദിനങ്ങളിലും വാഹനങ്ങൾ കൂടുതൽ എത്തുന്ന ദിവസങ്ങളിലുമാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നത്. ടോൾ പ്ലാസയിലും വാഹനങ്ങളുടെ നീണ്ട നിര ഉണ്ടാകാറുണ്ട്. ടോൾ പ്ലാസയിലെ ഗതാഗതക്കുരുക്കിനെ തുടർന്ന് കഴിഞ്ഞ രാത്രി CPMന്റെ നേതൃത്വത്തിൽ ടോൾ ഗേറ്റുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നു. CPM ഒല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനമായെത്തിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. 15 മിനിറ്റോളം ടോൾ ബൂത്തുകൾ തുറന്ന വാഹനങ്ങൾ കടത്തിവിട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പത്തിരിപ്പാല ടൗണിലെ ഗതാഗത പ്രശ്നങ്ങൾ അടക്കമുള്ള പരാതികൾ പരിഹരിക്കാൻ വിവിധ വകുപ്പ് മേധാവികളുടെ യോഗം ചേരും. വ്യാപാരി വ്യവസായി പത്തിരിപ്പാല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത സംയുക്ത യോഗത്തിലാണ് തീരുമാനം. 3 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും മങ്കര, ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ തലവന്മാരും യോഗത്തിൽ പങ്കെടുത്തു. പത്തിരിപ്പാലയിലെ ഗതാഗതക്കുരുക്ക്, വഴിയോര കച്ചവടം, സിഗ്നൽ സംവിധാനം, അനധികൃത വാഹന പാർക്കിംഗ്, ബസ് സ്റ്റോപ്പ് ക്രമീകരണം, സീബ്ര ലൈൻ, ഓട്ടോ സ്റ്റാൻഡിന്റെ എണ്ണം പരിമിതിപ്പെടുത്തുക, വേസ്റ്റ് ബിൻ സ്ഥാപിക്കുക, നടപ്പാത പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക, വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലം മാർക്ക് ചെയ്യുക, വഴിയോര കച്ചവടം ഒഴിവാക്കുക, ക്യാമറകൾ പ്രവർത്തിപ്പിക്കുക തുടങ്ങി നിരവധി നിർദ്ദേശങ്ങളാണ് വ്യാപാരി വ്യവസായി നേതാക്കൾ അധികാരികൾക്ക് മുന്നിൽ ഉന്നയിച്ചത്. എന്നാൽ ഇക്കാര്യം ഗൗരവമായി തന്നെ യോഗത്തിൽ ചർച്ച ചെയ്യുകയും ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളെയും വിവിധ സംഘടനകളെയും വിവിധ പോലീസ് മേധാവികളെയും ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ കക്ഷികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരെയും വിളിച്ചു ചേർത്ത് മറ്റൊരു ദിവസം വിപുലമായ യോഗം വിളിക്കാൻ ധാരണയായി. മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത, ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ്, മങ്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മല്ലിക, മണ്ണൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, പഞ്ചായത്ത് അംഗം AA ഷിഹാബ്, മങ്കര പോലീസ് CI പ്രതാപ്, ഒറ്റപ്പാലം ട്രാഫിക് SI വിനോദ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ സൈനുദ്ദീൻ പത്തിരിപ്പാല, ഗിരീഷ് പാലാരി, KA ഷർഫുദ്ദീൻ, K. മണികണ്ഠൻ, ഷമീർ ചന്ദനപ്പുറം, സൈനുദ്ദീൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേച്ചേരിയിൽ കഴിഞ്ഞ രാത്രിയുണ്ടായ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മണലി ചുങ്കത്ത് വീട്ടിൽ 27 വയസ്സുള്ള എബിനാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കേച്ചേരി മണലിയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലും വീട്ടുമതിലിലും ഇടിച്ചുകയറിയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ മണലി സ്വദേശി ചുങ്കത്ത് വീട്ടിൽ 27 വയസ്സുള്ള എബിൻ മരിച്ചു. മറ്റ് 2 പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. കാറിലൊപ്പമുണ്ടായിരുന്ന മണലി സ്വദേശികളായ 22 വയസ്സുള്ള വിമൽ, ഡിബിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 11:30 മണലി തണ്ടിലം റോഡിലായിരുന്നു അപകടം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വെട്ടിക്കാട്ടിരിയിൽ താഴപ്ര സ്വദേശി ട്രെയിൻ തട്ടി മരിച്ചു. ചെറുതുരുത്തി താഴപ്ര തെക്കേക്കര മേൽവീട്ടിൽ 58 വയസ്സുള്ള രവീന്ദ്രനെയാണ് വെട്ടിക്കാട്ടിരി 15-ാം പാലത്തിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിന്റെ നടുവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഭാര്യ ബിന്ദു, മക്കൾ രാഹുൽ, ഹർഷ, ഹരിത, മരുമകൻ രാജേഷ്, ഓട്ടോ ഡ്രൈവറും തെങ്ങുകയറ്റ തൊഴിലാളിയുമായിരുന്നു മരിച്ച രവീന്ദ്രൻ. തൃശൂർ പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പിക്കപ്പ് വാൻ കത്തിനശിച്ചു. കോഴി വേസ്റ്റുമായി ഊരകം ഭാഗത്തേക്ക് പോയ വാഹനമാണ് കത്തിനശിച്ചത്. ഞായറാഴ്ച രാത്രിയാണ് സംഭവം. വാഹനത്തിന്റെ മുൻവശത്തു നിന്ന് പുക ഉയരുന്നത് കണ്ട് ഡ്രൈവർ പുറത്തിറങ്ങിയതിനാൽ വലിയ അപകടമൊഴിവായി. ഉടൻ തന്നെ വാഹനത്തിൽ നിന്ന് തീ ആളിപ്പടരുകയായിരുന്നു. പിക്കപ്പിന്റെ മുൻഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. പുതുക്കാട്ട് നിന്നെത്തിയ ഫയർഫോഴ്സാണ് തീയണച്ചത്.
പുതുക്കാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കോഴി വേസ്റ്റുമായി ഊരകം ഭാഗത്തേക്ക് പോയ വാഹനമാണ് കത്തി നശിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന യുവജന സംഗമത്തിന്റെ ഭാഗമായി മങ്കര യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് KS ജയഘോഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റി ഫോർ ഡെമോക്രസി, ഏകാധിപത്യത്തിനു മുന്നിൽ ഭരണഘടനയാണ് എന്ന ആശയം മുൻനിർത്തി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന യുവജന സംഗമത്തിന്റെ പ്രചരണാർത്ഥമാണ് മങ്കരയിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഖിൽ നയിച്ച പദയാത്രയുടെ സമാപന സമ്മേളനം പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C വിനയൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇത്തരത്തിലുള്ള മതേതരത്വത്തിന് കശാപ്പ് ചെയ്യുന്ന ഈ വർഗീയവാദികൾ ഈ രാജ്യം ഭരിക്കുമ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന അരാജകത്വവും അക്രമത്തിനൊക്കെ തന്നെ ചോദ്യം ചെയ്യാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ വേറൊരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ഇല്ല എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജിതേഷ് നാരായണൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശ്യാം ദേവദാസ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് നവാസ്, KSU ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് N അച്യുതൻകുട്ടി, ജിത്തു, ഷാഹുൽ ഹമീദ്, സുബൈർ കല്ലൂർ, KC സന്തോഷ്, MA തൗഫീഖ്, MV രമേശ്, നദിറ, അനിശ്രീ, AM ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ കോടശ്ശേരി വെട്ടിക്കുഴിയിലെ ജനവാസ മേഖലയിൽ കാട്ടാനയുടെ വിളയാട്ടം. കാട്ടാന വീടിന്റെ ഗേറ്റ് തകർത്തു. ഇന്ന് രാവിലെയാണ് സംഭവം. രാവിലെ പ്രദേശവാസി ജേക്കബിന്റെ വീട്ടുപറമ്പിലൂടെ വന്ന കാട്ടാന റോഡിലൂടെ കുറച്ചു ദൂരം സഞ്ചരിച്ചു. തുടർന്ന് തൊട്ടടുത്തുള്ള റോസയുടെ മതിൽ ഗേറ്റ് തകർത്ത് പറമ്പിൽ കയറി പുല്ലു പറിച്ചു നിന്ന ശേഷം തിരിച്ചിറങ്ങി ചൂളക്കടവ് റോഡിലേക്ക് കയറി. ഈ സമയം നാട്ടുകാരോ വാഹനങ്ങളോ സ്കൂൾ വിദ്യാർത്ഥികളോ റോഡിൽ ഇല്ലാതിരുന്നതിനാലാണ് വലിയ അപകടം ഒഴിവായത്. 6 മാസത്തിനിടെ ഇത് 3ാം തവണയാണ് മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത്. കാട്ടാനകൾ പതിവായി എത്തിത്തുടങ്ങിയതോടെ വലിയ ഭീതിയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചാവക്കാട് കള്ളക്കടൽ പ്രതിഭാസം. വാഹന പാർക്കിംഗ് ഏരിയയിലും സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. പുലർച്ചെ 2:30യോടെയാണ് അപ്രതീക്ഷിത വേലിയേറ്റമുണ്ടായത്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ചാവക്കാട് ബ്ലാക്കാട് ബീച്ച് പാർക്കിങ്ങിന് സമീപത്തെ വാഹന പാർക്കിംഗ് മേഖലയിലും കടലോരത്തെ വ്യാപാര സ്ഥാപനങ്ങളിലുമാണ് വെള്ളം കയറിയത്. പുലർച്ചെ 2:30യോടെയാണ് അപ്രതീക്ഷിതമായ വേലിയേറ്റം അനുഭവപ്പെട്ടത്. ബീച്ചിലെ പാർക്കിങ്ങിന് സമീപത്തെ വാഹന പാർക്കിംഗ് മേഖലയിലേക്ക് വെള്ളം ഇരച്ചു കയറുകയായിരുന്നു. കടൽ തീരത്തെ കച്ചവട സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. ഇതിനു മുമ്പും നിരവധി തവണ ഇത്തരത്തിൽ വെള്ളം കയറിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നിർമ്മാണം തുടങ്ങി 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും പൂർത്തിയാകാത്ത തൃശൂരിലെ ആറ്റുപള്ളി പാലം സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. നന്ദിപുലം സ്വദേശി ചെതലൻ ജോസഫ് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം. പാലത്തിന്റെ അനുബന്ധ റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ ഭാഗികമായുണ്ടായിരുന്ന ഗതാഗതവും അവതാളത്തിലായി. ഒരു വശത്ത് താഴ്ന്നുപോയ റോഡ് അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. മറ്റത്തൂർ ഭാഗത്തേക്ക് ഗതാഗതം ഉറപ്പാക്കാൻ തൃശൂർ ഇറിഗേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേസ് മാർച്ച് 13 മാറ്റിവെച്ചു. എന്നാൽ അനുബന്ധ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിച്ച് വാഹനഗതാഗതത്തിന് യോഗ്യമാക്കണമെന്ന് പറഞ്ഞ കോടതി ഇനിയും പാലത്തിന്റെ അനുബന്ധ റോഡിൽ തകരാറുകൾ സംഭവിച്ചാൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഹർജിക്കാരന് അവകാശമുണ്ടെന്നും വ്യക്തമാക്കി. 2006 നബാർഡിന്റെ 4.75 കോടി രൂപ കൊണ്ട് ആരംഭിച്ച നന്ദിപുലം ആറ്റപ്പള്ളി റെഗുലേറ്റർ പാലം നിശ്ചിത സമയത്ത് പൂർത്തിയാക്കാതിരുന്നതോടെ സർക്കാർ 7 കോടി രൂപ കൂടി അനുവദിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും പാലം പണി പൂർത്തിയായിട്ടില്ല. ഈ സാഹചര്യത്തിൽ അധികൃതരുടെ അനാസ്ഥയും കാലതാമസവും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് പട്ടാമ്പി താലൂക്ക് സമ്മേളനം തൃത്താലയിൽ നടന്നു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാലഘട്ടത്തിലും ഭരണകക്ഷിയായാലും പ്രതിപക്ഷത്തായാലും ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യും, പോരാട്ടം നടത്തും, മുഖം നോക്കാതെ സംസാരിക്കും.
അപ്പുറത്തുള്ള സംഘടനകളൊക്കെ തന്നെ തങ്ങളുടെ യജമാനന്മാരുടെ അധികാരത്തിൽ വന്നാൽ പിന്നെ അവർക്ക് സമരവുമില്ല, അവര് ആവശ്യവുമില്ല, ഒന്നുമില്ല എന്നാണ് നമ്മളും അവരുടെ വ്യത്യാസം എന്ന് മാത്രമേ ആ കാര്യത്തെ സൂചിപ്പിക്കാനുള്ളൂ. എത്രയോ കാലമായി നമ്മൾ നടക്കുന്ന നിരവധിയായ മുദ്രാവാക്യങ്ങളുണ്ട്. പെൻഷൻ പരിമിതമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പരിമിതമായ പെൻഷൻ ആനുപാതികമായി ശമ്പളത്തിന് ആനുപാതികമായി പെൻഷൻ നമുക്ക് ലഭ്യമാക്കണം, ഇതര മേഖലയിലെ പോലെ തന്നെ വേണം എന്ന് മറുപടി കൊണ്ടുവന്നു തുടങ്ങിയിട്ട് KCF ഉൾപ്പെടെയുള്ള സംഘടനകൾ മറുപടി കൊണ്ടുവന്നു തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളാണ്. NK റാസി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി C മോഹനൻ, രഞ്ജിത്ത്, PV മുഹമ്മദ് അലി, P മാധവദാസ്, K വിനോദ്, TP മണികണ്ഠൻ, K ഹബീബ്, EV മൊയ്തീൻകുട്ടി, രാജേഷ് P, ദാസൻ, VK സഞ്ജയൻ, അജീഷ് കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. NK റാസി പ്രസിഡന്റായും KM രഞ്ജിത്ത് സെക്രട്ടറിയായും അജീഷ് കൃഷ്ണൻകുട്ടി ട്രഷററായും പുതിയ താലൂക്ക് കമ്മിറ്റിയെ യോഗത്തിൽ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാണിയംകുളം യൂണിറ്റ് സമ്മേളനം നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി V ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന വാർഷിക റിപ്പോർട്ടുണ്ട്. ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരു ബ്ലോക്ക് സമ്മേളനത്തിനൊക്കെ തയ്യാറാക്കുന്ന രീതിയിലുള്ള കൃത്യമായ ബുക്കിലെറ്റ് പോലെ തന്നെ തയ്യാറാക്കി വാർഷിക റിപ്പോർട്ട്, വരവ് ചെലവ് കണക്ക് അത് നമ്മൾ അംഗങ്ങൾക്ക് അച്ചടിച്ച് മുഴുവൻ കൊടുത്ത് അതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരു അവസരമെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള ചിട്ടയായി നടത്തുന്ന ഒരു യൂണിറ്റാണ്. പക്ഷേ ഈ 393 ആളുകളെ നിത്യേന കാണാനുള്ള പ്രവർത്തകരുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇനിയും കണ്ടെത്തേണ്ടുന്ന സാഹചര്യമാണുള്ളത്. കാരണം നമുക്കാണെങ്കിൽ നിത്യേന പരിപാടികൾ വരികയാണ്. ഒരു മാസത്തിൽ 1-2 പരിപാടികൾ വന്ന് നമ്മുടെ സാധാരണ പ്രവർത്തകരായ ആളുകൾ, പ്രായാധികനുള്ളവരാണല്ലോ പ്രവർത്തകരെന്ന് പറയുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് C രാജലക്ഷ്മി അധ്യക്ഷയായി. ജില്ലാ വൈസ് പ്രസിഡന്റ് K സുന്ദരേശൻ, ബ്ലോക്ക് സെക്രട്ടറി NM നാരായണൻ നമ്പൂതിരി, CK രാധാകൃഷ്ണൻ, OP ജഗന്നിവാസൻ, P വാസുദേവനുണ്ണി, NP കോമളം, K രാധാകൃഷ്ണൻ, PM ശങ്കരനാരായണൻ, OP വേണുഗോപാലൻ, KT പുരുഷോത്തമൻ, TP സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി C രാജലക്ഷ്മി പ്രസിഡന്റ്, PM ശങ്കരനാരായണൻ സെക്രട്ടറി, OP വേണുഗോപാലൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാണിയംകുളം തൃക്കങ്ങോട് 9-ാം വാർഡിൽ 4-ാം വാർഷികാഘോഷം നടന്നു. പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് E കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വാണിയംകുളം തൃക്കങ്ങോട് 9-ാം വാർഡിൽ തുടർച്ചയായ 4-ാം വാർഷികാഘോഷമാണ് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. വാർഡിലെ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളെയും ചടങ്ങിൽ ആദരിച്ചു. പാലക്കാട് നഗരസഭ വൈസ് ചെയർമാനും BJP സംസ്ഥാന ട്രഷററുമായ അഡ്വക്കേറ്റ് E കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ആദ്യമായിട്ടല്ല വാണിയംകുളം പഞ്ചായത്തിൽ ഈ 9-ാം വാർഡിൽ ഒരു കൗൺസിലർ ഉണ്ടാവുന്നത്. ഇതിനു മുമ്പും പല ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പും പല ആളുകൾ നമ്മുടെ വാർഡ് മെമ്പർമാരായി നമ്മളെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 4-ാം വാർഷിക ദിനത്തിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് 100% എനിക്ക് പറയാൻ സാധിക്കും, ഇതുപോലൊരു മെമ്പർ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് 100% എനിക്ക് പറയാൻ സാധിക്കും. വാർഡ് മെമ്പർ AP പ്രസാദ് അധ്യക്ഷത വഹിച്ചു. കർഷക മോർച്ച ജില്ലാ സെക്രട്ടറി K ഗോപിനാഥ്, ബൂത്ത് പ്രസിഡന്റ് KK മധുസൂദനൻ, വാർഡ് സംയോജക് MK പ്രതീഷ്, ബൂത്ത് ജനറൽ സെക്രട്ടറി K മദനമോഹനൻ, P ഭരതൻ, ശ്രീജ മധുസൂദനൻ, ശ്യാമളകുമാരി ടീച്ചർ, സുമംഗല ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. ജലമൂറ്റ് മദ്യ കമ്പനി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ മഴനിഴൽ പ്രദേശമായ എലപ്പുള്ളി മരുഭൂമിയാകുമെന്ന് BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്. സ്വകാര്യ കമ്പനിയിൽ നിന്ന് കോടികൾ വാങ്ങി CPM-ഉം ഇടതു സർക്കാരും ജനങ്ങളെ വെല്ലുവിളിക്കുന്നു. മദ്യ കമ്പനിക്ക് മലമ്പുഴയിൽ നിന്ന് വെള്ളം നൽകാനുള്ള തീരുമാനത്തിനെതിരെ പാലക്കാട് വാട്ടർ അതോറിറ്റി ആസ്ഥാനത്തേക്ക് BJP മാർച്ച്. കേരളത്തിന്റെ മുന്നേറ്റത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി. CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ചിറ്റൂരിൽ ഒരുക്കങ്ങളായി. സമ്മേളനം 21 മുതൽ 23 വരെ. ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ചിറ്റൂരിൽ മെഗാ തിരുവാതിരക്കളിയും മഹിളാ സംഗമവും. തൃശൂർ കേച്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലും മതിലിലും ഇടിച്ചുണ്ടായ അപകടത്തിൽ മണലി സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് ചുങ്കത്ത് വീട്ടിൽ എബിൻ. കാറിലുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് പരിക്ക്. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ താഴപ്ര സ്വദേശിയായ 58-കാരനെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ തീപിടുത്തം. പിക്കപ്പ് വാൻ കത്തിനശിച്ചു.
ചാവക്കാട് കള്ളക്കടൽ പ്രതിഭാസം. അപ്രതീക്ഷിത വേലിയേറ്റമുണ്ടായത് പുലർച്ചെ 2:30-ഓടെ. ബ്ലാക്കാട് ബീച്ച് പാർക്കിംഗ് ഏരിയയിലും കടലോരത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.